ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും എന്നും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തൊരു പ്രാർത്ഥനയാണിത്. എന്നിട്ട് ഈ പ്രാർത്ഥനയെപ്പറ്റി ഈശോ വിശുദ്ധയോട് പറഞ്ഞ 8 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കവ അറിയാവുന്നതായിരിക്കും. ഇതേക്കുറിച്ച് മനസ്സിലാക്കിയാൽ പിന്നെ കരുണയുടെ ജപമാല ചൊല്ലാതിരിക്കാൻ നമുക്കാർക്കുമാവില്ല. ദിവസവും നമുക്ക് എത്ര കരുണയുടെ ജപമാല ചൊല്ലാൻ സാധിക്കുമോ അത്രയും അനുഗ്രഹമാണ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ പഠിപ്പിച്ച കാരുണ്യത്തിൻ്റെ ഈ ജപമാല പ്രാർത്ഥന നീ നിരന്തരം ചൊല്ലണമെന്നാണ് പറഞ്ഞത്. ആരെല്ലാം ഈ പ്രാർത്ഥന ചൊല്ലുന്നുവോ അവരെല്ലാം എൻ്റെ വലിയ കരുണ പ്രാപിക്കും. പ്രത്യേകിച്ച് മരണസമയത്ത്, മരണാസന്നരുടെ സമീപത്ത് കരുണക്കൊന്ത ചൊല്ലുമ്പോൾ ആ വ്യക്തിയുടെയും പിതാവിൻ്റെയും നടുവിൽ ഞാൻ ഒരു ന്യായാധിപനായിട്ടല്ല, പിന്നെ എങ്ങനെയാണ് ഈശോ നിലകൊള്ളുന്നത്? രക്ഷകനായി ഞാൻ നിലകൊള്ളുമെന്നാണ് ഈശോ ഫൗസ്റ്റീനയോട് പറഞ്ഞത്. അതുകൊണ്ടാണ് മരണാസന്നരുടെ അരികിലിരുന്ന് എല്ലാവരും കരുണയുടെ ജപമാല ചൊല്ലുന്നത്. പിന്നെ ഈശോ പറഞ്ഞത്, അവസാന രക്ഷാമാർഗമായി പാപികൾക്ക് വൈദികർ ഇത് നിർദ്ദേശിച്ചു കൊടുക്കണമെന്നാണ് വിശുദ്ധിയിലൂടെ ഈശോ പറഞ്ഞത്. പിന്നെ എത്ര വലിയ കഠിന പാപിയായാൽ തന്നെയും ഒരിക്കലെങ്കിലും ഈ അനുഗ്രഹ ജപമാല പ്രാർത്ഥന ചൊല്ലിയാൽ എൻ്റെ അനന്ത കാരുണ്യത്തിൽ നിന്നും കൃപ പ്രാപിക്കുന്നതാണ്. അതുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിനും ദുശ്ശീലങ്ങൾക്കൊക്കെ അടിപ്പെട്ടു പോയവരുടെ തിരിച്ചുവരവിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കരുണയുടെ ജപമാല വിശ്വാസത്തോടെ ചൊല്ലി ഈശോയുടെ കരുണയിലേക്ക് അവരെ ചേർത്ത് വെച്ചാൽ മതി. നല്ലൊരു മാറ്റം അവർക്കുണ്ടാകും. പിന്നെ ഈശോ പറഞ്ഞത്, ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആത്മാക്കൾക്ക് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഞാൻ പ്രദാനം ചെയ്യുന്നതെന്ന്. ഈ അനുഗ്രഹ ജപമാല പ്രാർത്ഥന വഴി നീ എന്താവശ്യപ്പെട്ടാലും ഞാൻ നൽകുന്നതാണ്. കണ്ടോ, ഇത് ഈശോ നമുക്ക് തരുന്ന ഒരു ഉറപ്പാണിത്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്, വാക്കുമാറാത്തവനാണ്. അപ്പം ഈശോ പറഞ്ഞ കാര്യമാണ്, ഈ അനുഗ്രഹ ജപമാല പ്രാർത്ഥന വഴി നീ എന്നോട് എന്താവശ്യപ്പെട്ടാലും ഞാൻ നൽകുമെന്ന്. ഇനി ഒരു പ്രതിസന്ധി വരുമ്പം, ഒരു പ്രശ്നം വരുമ്പോഴൊക്കെ അതിൽ വിഷമിച്ചിരിക്കാതെ നമുക്ക് കരുണയുടെ ജപമാല ചൊല്ലി ആ പ്രശ്നത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. ഈശോയുടെ കരുണ ഒഴുകട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക്. പിന്നെ ഈശോ പറഞ്ഞത്, എൻ്റെ അനന്ത കാരുണ്യത്തെപ്പറ്റി സമസ്ത ലോകവും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവർക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള കൃപാവരം നൽകുന്നതാണ്. ഇങ്ങനെ 8 കാര്യങ്ങളാണ് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈ കരുണയുടെ ജപമാല ചൊല്ലുന്നതിനെപ്പറ്റി ഈശോ വെളിപ്പെടുത്തി കൊടുത്തത്. പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ചിത്രമുണ്ടല്ലോ, ഈ ചിത്രത്തെക്കുറിച്ച് ഈശോ പറഞ്ഞത് എന്താണെന്നോ? കരുണയുടെ ഈ ചിത്രം വെച്ചു വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ലെന്നും ഈ ചിത്രം സ്ഥാപിച്ചു വണങ്ങുന്ന കുടുംബങ്ങളെയും നഗരങ്ങളെയും ഈശോ കാത്തുകൊള്ളുമെന്നുമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. ഏതാണെന്നോ? ഇത് കരുണയുടെ പ്രാർത്ഥനയാണ്. അതും നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് സാധിക്കുന്നവരൊക്കെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ച് 9 പ്രാവശ്യമാണ് ഈ കരുണയുടെ പ്രാർത്ഥന ചൊല്ലേണ്ടത്. ഇതെന്ന് നമ്മൾ കുടുംബത്തിൽ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് കരങ്ങൾ വിരിച്ചു പിടിച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ചില സമയങ്ങളിൽ നിലത്ത് തല കുമ്പിട്ട് അങ്ങനെയും ഞാനിത് പ്രാർത്ഥിക്കാറുണ്ട്. 9 തവണയാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന കൂടി അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തരാം. കർത്താവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മക്കളോട് കരുണ തോന്നണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും പൂർവീകരും വഴി വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ. ഞങ്ങളെ അങ്ങ് സ്വന്തമായി സ്വീകരിച്ച് അങ്ങയുടെ അരൂപിയിലൂടെ നയിക്കണമേ. ആമേൻ. ഇത്രയേ ഉള്ളൂ ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയും
നമ്മൾ എല്ലാ ദിവസവും ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന കൂടിയാണ്. അതുപോലെ ഈശോയുടെ കരുണ ഏറ്റവും അധികം ലഭിക്കുന്ന മണിക്കൂറാണ് 3 മണി സമയം എന്ന് പറയുന്നത്. വെളുപ്പിന് 3 മണിക്കും ഉച്ച കഴിഞ്ഞുള്ള 3 മണി സമയത്ത്. അപ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. ആ സമയത്തും കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ അപ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു കൊച്ചു പ്രാർത്ഥന കൂടിയുണ്ട്. ഈശോ സർവ്വലോകത്തിനും ജീവൻ്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നു തന്നുകൊണ്ടാണ് അങ്ങ് മരണം പ്രാപിച്ചത്. ജീവൻ്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടവുമായി ഈശോ സർവ്വലോകത്തെയും അങ്ങ് ആവരണം ചെയ്യണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും ചൊരിയണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈ പ്രാർത്ഥന ചൊല്ലിയ ശേഷം നിങ്ങൾക്ക് കരുണയുടെ ജപമാല ചൊല്ലാവുന്നതാണ്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.